Welcome to today's video. In this video we are discussing the computation of income from house property which is self-occupied for residential purposes. The building self-occupied for residential purposes can be classified under three heads. First one is house or part of a house occupied by the owner for full previous year for the purpose of his own residence. That first situation includes one more category, that is unoccupied house. So for computing the income from house property which is self-occupied, we have to classify it under three different situations. First situation is house or a part of the house self-occupied by the owner for the full previous year. Second one, unoccupied house. Okay, that is the first situation. Second one is house self-occupied for part of the previous year and let out for part of the previous year. And third one, more than two houses in the occupation of the owner. So these are the different cases. Under these different cases, we have to decide the income from house property. So in all these cases, the house property is meant for self-occupation, or that is used by the assessee for the residential purposes. Right. Today we are discussing the first case. That is house or part of a house occupied by the owner for the full previous year for the purpose of his own residence. Right. Or the unoccupied house. കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. The house is meant for സെൽഫ് ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ ഹൗസ് ഓണർക്ക് എസ്എസ്സിക്ക് താമസിക്കാനുള്ളതാണ് ഹൗസ്. അതല്ലെങ്കിൽ ദ ഹൗസ് ഈസ് മെൻറ്റ് ഫോർ സെൽഫ് ഒക്യുപ്പേഷൻ ബട്ട് ദാറ്റ് കുഡ് നോട്ട് ബി ഒക്യുപ്പൈഡ് ബൈ ദി എസ്എസ്സി ബിക്കോസ് ഓഫ് സം റീസൺസ്. ഈ രണ്ട് സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം എന്തൊക്കെയാണ് സിറ്റുവേഷൻ? Where the property consists of a house or a part of the house which is in the occupation of the owner for the purpose of his own residence. Second situation is cannot actually be occupied by the owner by the reason of the fact that owing to his employment, business or profession carried on at any other place, he has to reside at that other place in a building not belonging to him. ആദ്യത്തെ കേസ് നമുക്കൊക്കെ ഉള്ള പോലെ ഒരു വീട് നമ്മളതിൽ താമസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്കൊക്കെ ഉള്ള വീട് പക്ഷെ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. എന്താ റീസൺ? ബിക്കോസ് അവർ എംപ്ലോയ്മെൻറ്റ് ഈസ് സംവെയർ എൽസ്. വേറെ എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് നമ്മളുടേതല്ലാത്ത, നമ്മൾ ഓൺ ചെയ്യാത്ത ഏതോ ഒരു ബിൽഡിങ്ങിൽ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുക? ദ ആനുവൽ വാല്യൂ ഓഫ് സച്ച് ഹൗസ് ഓർ പാർട്ട് ഓഫ് ദി ഹൗസ് ഷാൽ ബി ടേക്കൺ ടു ബി നിൽ. ഇപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതിൽ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നിൽ. ആനുവൽ വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് നിൽ എന്ന് വെച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വൽ റെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന വീടിന് നമുക്ക് റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടാവില്ല. ആക്ച്വൽ റെൻറ്റ് ഈസ് നോട്ട് ദർ. ഡിഡക്ഷൻ ഓഫ് മുനിസിപ്പൽ ടാക്സസ് ഓർ സം അതർ കേസസ് ലൈക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് വിൽ നോട്ട് കം ദർ. പിന്നെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് തന്നെ നില്ലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ബാക്കി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആകെ എന്ത് മാത്രമേ വരുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ ഫോർ ദ റിപ്പയർ or for the
റിന്യൂവൽ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഐറ്റം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, ആനുവൽ വാല്യൂ ഓഫ് എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഈസ് നിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും നിൽ തന്നെ ആയിരിക്കും, 0 ആയിരിക്കും. 0ൻ്റെ മുകളിലല്ലേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക അല്ലേ. So here the assessee cannot make any deductions from the annual value. ആനുവൽ വാല്യൂ എന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന രണ്ട് ഐറ്റംസേ ഉള്ളൂ. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇല്ല എങ്കിൽ പിന്നെ ഒരൊറ്റ ഐറ്റം മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ, പർച്ചേസ്, റിപ്പയറിംഗ് ഓർ റിനോവേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ what is the important thing that you have to remember? If the loan was taken for acquisition or construction or repair or renewal or whatever it may be, if that loan is availed before 31st March 1999, the maximum limit for deduction of interest shall be rupees 30,000. And if that loan is taken after 31st March 1999, you can deduct an interest up to rupees 2 lakhs. ഈ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ എവിടെ എടുക്കേണ്ടതുള്ളൂ? ഫസ്റ്റ് കേസിൽ, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് അല്ലെങ്കിൽ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ച വീടാണ്, പക്ഷെ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അതാണെന്ത്? അൺഒക്യുപ്പൈഡ് ഹൗസ്. ഈ ഹൗസിൻ്റെ കേസിൽ ആകെ നമുക്ക് ഒരേ ഒരു ഐറ്റം മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാനുള്ളൂ. അതെന്താണ്? ആനുവൽ വാല്യൂ വരെ നില്ലാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇല്ല. പിന്നെ ആകെ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് ഒറ്റ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓർ ഫോർ ദ റിപ്പയർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് 31st March 1999 ശേഷമുള്ള ലോണാണ്. അതിന് ശേഷമാണ് നിങ്ങൾ ലോൺ അവെയിൽ ചെയ്തിട്ടുള്ളത് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഇങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡിഡക്റ്റ് എ മാക്സിമം ഓഫ് 2 lakhs ആസ് ഇൻട്രസ്റ്റ്. 31st March 1999 മുന്നേ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുവരെയുള്ള ലോൺ ആണെങ്കിൽ യു ക്യാൻ ഡിഡക്റ്റ് എൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അപ് ടു rupees 30,000. അപ്പോൾ 31st 3/1999 ശേഷമുള്ള എല്ലാ ലോണിനും യു ക്യാൻ ഡിഡക്റ്റ് 2 lakhs എമൗണ്ട് ആസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓർ ഫോർ ദ റിപ്പയർ. ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻറ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. ആ റൂള് ബാക്കി എല്ലാ റൂൾസും ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ കറൻറ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് യു ക്യാൻ ഡിഡക്റ്റ്, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് യു ക്യാൻ ഡിഡക്റ്റ് അപ് ടു 1/5 ഓഫ് ദി ടോട്ടൽ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് മാക്സിമം വിൽ ബി 2 lakhs ഇഫ് ദാറ്റ് ലോൺ ഈസ് അവെയിൽഡ് ആഫ്റ്റർ 31st 3/1999. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു കമ്പ്യൂട്ട് ഇൻ കേസ് ഓഫ് a self-occupied house or in case of an unoccupied house. Clear now? So here I give you the chart showing the computation of income from സെൽഫ് ഹൗസ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ 3 സിറ്റുവേഷനാണ് നമുക്കുള്ളത്. ആദ്യത്തെ സിറ്റുവേഷനിൽ 2 കേസസ് ഉണ്ട്. ഒന്ന് നമ്മളൊക്കെ താമസിക്കുന്ന നമ്മളുടെ വീട്, രണ്ടാമത് നമ്മളുടെ വീട് നമുക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതായത് അൺഒക്യുപ്പൈഡ് ഹൗസ്. ഈ 2 കേസിലും നമ്മൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക? ആനുവൽ വാല്യൂ വിൽ ബി നിൽ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ, ദാറ്റ് യു നോ. മുനിസിപ്പൽ ടാക്സസ് ഈസ് നോട്ട് അലൗഡ് ടു ഡിഡക്റ്റ്. ആനുവൽ വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് നിൽ. ആനുവൽ വാല്യൂ നിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വിൽ ഓൾസോ ബി നിൽ. അപ്പോൾ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആനുവൽ വാല്യൂ വിൽ ബി നിൽ. ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അതിന് മുന്നിലേക്കുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ആലോചിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡിഡക്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അപ് ടു ₹30,000 ഓർ ₹2 lakhs. അതെങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക? ആസ് ദ കേസ് മേ ബി. എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇഫ് ദാറ്റ് ലോൺ ഈസ് അവെയിൽഡ് ആഫ്റ്റർ 31st March 1999, you can deduct a maximum of interest of ₹2 lakhs. That includes current year's interest and pre-construction interest. So the annual value is 0, from which if you deduct the interest amount, there will be a loss from house property. Definitely that will be a loss from house property.
These laws you can set off against income from other house properties or under any other head of income in the same year. അല്ലേ? അപ്പോൾ നമ്മൾ 2021 ആണ് നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ. നമ്മൾ ലോസ് ആണ് കമ്പ്യൂട്ട് ചെയ്തതെങ്കിൽ വേറെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ ഇൻകം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ഓഫ് ദി ഇൻകം ഓഫ് ദി സെയിം ഇയർ. റൈറ്റ്? അപ്പോൾ ഈ ചാർട്ടിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് സിംപ്ലി ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? Only thing you have to do is the annual value is nil and you can deduct the interest on loan taken for the construction or for the repair of the house property from the annual value. The resulting figure will be loss from house property, right? So here you have to remember certain important things. What are the points that should be taken into account while computing the income from self-occupied house property? What are the points you have to note? The first one is the self-occupied house or part of it should not be let out during the whole or any part of the previous year. Means that house property should be used for your self-residence. Should not be let out. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അത് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസ് മാറി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് പോകും. ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ലെറ്റ് ഔട്ട് ഫോർ ദി പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ എന്നുള്ള സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹൗസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സെൽഫ് ഒക്യുപ്പേഷൻ ഫോർ ദ ഫുൾ പ്രീവിയസ് ഇയർ. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഒക്യുപ്പേഷൻ ആണ് ബട്ട് യു കനോട്ട് ഒക്യുപ്പൈ ഇറ്റ്. എനിവേ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? You are not allowed to let out the property. Second one, if a building consists of more than one floor or flat or unit and more than one floor or flat or unit are self-occupied, the annual value of all such floor, flat or unit shall be taken to be nil. 2 നിലയുള്ളൊരു വീടാണ്. 2 നിലയിൽ നിങ്ങളുടെ സെൽഫ് ഒക്യുപ്പേഷൻ ഉള്ളതാണെങ്കിൽ ആ ഫുൾ ഹൗസിൻ്റെ ആനുവൽ വാല്യൂ വിൽ ബി നിൽ. സോ ഈസി അല്ലേ? മോർ ദാൻ 1 ഫ്ലോർ ഉണ്ട്. ബോത്ത് ദി ഫ്ലോർസ് ആർ യൂസ്ഡ് ഫോർ സെൽഫ് ഒക്യുപ്പേഷൻ. മീൻസ് ദ ആനുവൽ വാല്യൂ ഓഫ് ദ 2 ഫ്ലോർസ് ആർ ടേക്കൺ ആസ് നിൽ. Third one, if a building consists of more than 1 floor or flat or unit and a floor or flat or unit is self-occupied and other floor or flat or units are let out, the benefit of self-occupancy shall be available in relation to the floor, flat or unit which is self-occupied. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ 2 ഫ്ലോർസിൽ ഒരു ഫ്ലോർ നിങ്ങൾ ലെറ്റ് ഔട്ടാണ്, ഒരു ഫ്ലോർ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ദ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഒക്യുപ്പൻസി ഈസ് അവൈലബിൾ ഓൺലി ഫോർ ദ ഫ്ലോർ ദാറ്റ് യു സെൽഫ് ഒക്യുപ്പൈഡ്. ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഫ്ലോറിന് ഈ പറഞ്ഞ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അതിൻ്റെ കേസിൽ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 23(1). നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ മാത്രമാണ് ഇവിടെ നമ്മൾ എന്ത് കിട്ടുള്ളൂ? ബെനിഫിറ്റ് കിട്ടുള്ളൂ. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ നമ്മൾ എങ്ങനെയാണോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ട്രീറ്റ് ചെയ്യുക അതുപോലെയാണ് വരിക. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് പോയിൻ്റ് ഈസ് if municipal valuation or municipal tax of each floor or flat is not known separately, it may be apportioned between self-occupied and let-out portions on a reasonable basis. 2 floors ulla oru house property, one is self-occupied by the owner, one is let-out. So you have to decide the income from house property of the let-out property differently. For that you have to calculate the municipal tax, municipal valuation and everything. Municipal valuation is decided for the full house. ഒറ്റ വീടുണ്ടെങ്കിൽ അതിന് ഒന്നിച്ചാണ് മുനിസിപ്പൽ വാല്യൂഷൻ ഡിസൈഡ് ചെയ്യുക അല്ലേ? മുനിസിപ്പൽ വാല്യൂ ഉണ്ടാവുക, മുനിസിപ്പൽ ടാക്സ് ഉണ്ടാവുക. അതിൻ്റെ ഒരു ഫ്ലോറാണ് നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സെൽഫ് ഒക്യുപ്പൈഡ് പോർഷന് നമ്മൾ അതൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ആനുവൽ വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് നിൽ. ബട്ട് for the let out portion you have to decide the municipal tax, municipal valuation and everything. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? on a reasonable basis municipal valuation and municipal tax to be apportioned, to be divided. Okay. Fifth point is if the construction of the building is completed at any time during the previous year and thereafter it is self occupied,
it will be taken as a house self-occupied for the whole previous year. Okay, if the construction is completed in between the previous year, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2021 ആണ്, സോറി 1920 ആണ്. 1920 ഈസ് അവർ പ്രീവിയസ് ഇയർ അല്ലേ. അപ്പോൾ 2019 ഒക്ടോബറിലാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. അന്ന് മുതൽ നിങ്ങൾ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ വി അസ്യൂം ദാറ്റ് ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ ദ full previous year 1920 full year, that is self occupied, that is the assumption, right? Okay, here you are given with a question. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ ആകെ ഒരൊറ്റ ഐറ്റം മാത്രമേ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളൂ, ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓർ ഫോർ ദ റിപ്പയർ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കാനുള്ളത് എന്താണ്? Maximum amount of interest you can deduct is rupees 2 lakhs if the loan is availed after 31/3/1999. അതിന് മുന്നേക്കുള്ള ലോണിനൊക്കെ നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? മാക്സിമം ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് 30,000 റുപ്പീസേ കിട്ടുള്ളൂ അല്ലേ. വൺ മോർ തിങ് ഐ വിൽ ടെൽ യു. And in case of a self-occupied house, the annual value of the property is taken as nil. The benefit of nil annual value shall be allowed for 2 self-occupied houses instead of 1 house from the assessment year 2021. Benefit of self-occupancy എന്ന് പറയുന്നത് എന്താണ്? Annual value is taken as nil അല്ലേ. That benefit നമ്മുടെ അസസ്മെൻറ്റ് ഇയർ വരെ അവൈലബിൾ ഓൺലി ഫോർ 1 ഹൗസ് ആയിരുന്നു. ഫ്രം our assessment year onwards, 2021 assessment year onwards, that benefit of nil annual value is available for 2 self-occupied houses. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് 2 വീടുണ്ട്, രണ്ടും നിങ്ങളുടെ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടൊന്നുമില്ല എങ്കിൽ നിൽ ആനുവൽ വാല്യൂ എന്നുള്ള ബെനിഫിറ്റ് നേരത്തെ ഒരു ഹൗസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ് ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ 2 houses. Okay, the aggregate amount of interest deduction for both the self-occupied houses shall not exceed rupees 2 lakhs. എല്ലാം കൂടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. അന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്. അതൊന്ന് നോക്കാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. LIC of India sanctioned a loan of rupees 16 lakhs to Mr. Ram at the rate of 12% per annum for the construction of a house. The loan was given in installments as under: first installment on 1/7/2013 rupees 5 lakhs, second installment was given on 1st April 2015 rupees 6 lakhs, and third installment on 1/8/2015 rupees 5 lakhs. So the total amount of loan given by the LIC to Mr. Ram is rupees 16 lakhs. 5 plus 6 plus 5 lakhs. The interest amount charged is 12% per annum. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. The construction of the house was completed in November 2015 and it is self-occupied for residential purpose. അപ്പോൾ നമ്മൾ ഒരു ഇയറിൻ്റെ നടുക്കാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ 2015-16 പ്രീവിയസ് ഇയറിലാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. മീൻസ് ദാറ്റ് ഹൗസ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ ദ ഫുൾ പ്രീവിയസ് ഇയർ 15-16. ബട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നമ്മളുടെ പ്രീവിയസ് ഇയർ 1920 ആണ്, അല്ലെങ്കിൽ നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ 2021 ആണ്, അതിലേക്കാണ് അല്ലേ. എന്താണ്? ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ഫ്രം ദാറ്റ് ഇയർ ഇറ്റ് സെൽഫ് 15-16 ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ നവംബർ 2015 ഓൺവേർഡ്സ്. What we have to do, determine the amount of interest deductible under section 24 for the assessment year 2021. And one more thing is given: no part of the loan repaid till date. ഇത്രയാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണ്? ഓൺലി തിങ് യു ഹാവ് ടു റിമെമ്പർ ഈസ് the annual value of a self-occupied house property shall be taken to be nil. So the standard deduction will also be nil.
Only thing you have to deduct from the annual value is the interest on loan taken for the construction or for the repair of the property, and that is allowed up to 2 lakhs or 30,000 as the case may be. ഇത്രയും മാത്രമേ ഇതിൻ്റെ അകത്ത് ഓർത്ത് വെക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ആകെയുള്ള ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 16 lakhs ആണ്. 16 lakhsൻ്റെ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ്? 12% ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ കേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കറൻറ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ഫുള്ളി യു ക്യാൻ ഡിഡക്റ്റ്, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് 1/5 യു ക്യാൻ ഡിഡക്റ്റ്. അത് രണ്ടും കൂടെ കമ്പ്യൂട്ട് ചെയ്ത് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ ദ ലോൺ ഈസ് അവെയിൽഡ് ഓൺ 1/7/2013 അല്ലേ. അപ്പോൾ 31/3/1999 ശേഷമുള്ള എല്ലാ ലോണിനും എന്താണ് 2 lakhs വരെ മാക്സിമം ഇൻട്രസ്റ്റ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ക്യാൻ ബി ഡിഡക്റ്റഡ് ഈസ് ₹2 lakhs. അപ്പോൾ എത്രയാണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ളത് എന്നുള്ളത് ആദ്യം നോക്കണം. മാക്സിമം 2 lakhs ആണെന്നുള്ളത് ചെയ്യണം, അത്രേ ചെയ്യാനുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു കമ്പ്യൂട്ട് the amount of interest deductible under section 24 of the Income Tax Act for the assessment year 2021 അല്ലേ. നമുക്ക് എനിവേ വി ക്യാൻ കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദിസ് കേസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ്? കൺസ്ട്രക്ഷൻ എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? ദാറ്റ് ഈസ് ഇൻ November 2015. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? November 2015 ഈസ് falling in a previous year, falling in a financial year. സിംപ്ലി കൺഫ്യൂസ്ഡ് ആവേണ്ട ഇനി പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ ഒക്കെ പറഞ്ഞിട്ട്. 2015 നവംബർ ഫോൾ ചെയ്യുന്ന ഇയർ ഏതാണ്? 1st April 2015 to 31st March 2016 എന്ന് പറയുന്ന ഇയറിലാണ് നവംബർ 2015 ഫോളോ ചെയ്യുന്നത്. 1st April 2015 to 31st March 2016. അതിൻ്റെ തൊട്ട് തലേ ഡേറ്റ് നമ്മളിപ്പോൾ എഴുതിയ ഫസ്റ്റ് ഡേറ്റ്, അതിൻ്റെ തൊട്ട് തലേ ഡേറ്റ് 31st March 2015 അല്ലേ. നമ്മൾ എഴുതിയത് 1st April 2015 to 31st March 2016. നമ്മൾ എഴുതിയ ആദ്യത്തെ ഡേറ്റിൻ്റെ തൊട്ട് തലേ ഡേറ്റ് 31st March 2015. അതുവരെയാണെന്ത് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എന്നാണ് ലോൺ എടുത്തത്? 1st July 2013 to 31st March 2015 ആണെന്ത് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡിൻ്റെ ഇൻട്രസ്റ്റ് എത്രയുണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ലോൺ അവെയിൽ ചെയ്തത് July 1st 2013. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 months are there. ആ 6 months എന്ന് പറഞ്ഞാൽ 2013 ഇയർ അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ 2014 ജാനുവരി തൊട്ട് ലാസ്റ്റ് ഡിസംബർ വരെ 1 year ഉണ്ട് അല്ലേ. 2014 ഫുൾ ഇയർ ഉണ്ട്. 2015 നമുക്ക് 3 monthsേ വരുള്ളൂ, ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 31st 3/2015 വരെയുള്ള പീരീഡ്. അപ്പോൾ ആകെ എത്ര പീരീഡ്, എത്ര മന്ത്സ് ഉണ്ട്? 1 year and 9 months. For 1 year and 9 months we have to compute the amount of interest first. അപ്പോൾ 1 year and 9 monthsന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ലോൺ എമൗണ്ട് എത്രയാണുള്ളത്? 1st April 2015 രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലോൺ അവെയിൽ ചെയ്യണുള്ളൂ. അപ്പോൾ 1st April 2015 വരെയുള്ള ലോൺ എന്ന് പറയുന്ന ആകെ എത്ര എമൗണ്ടേ ഉള്ളൂ? 5 lakhs ഉള്ളൂ. 5 lakhsന് 1 year 9 months ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യണം. 5 lakhs into 12%, 60,000 for 1 year and 45,000 for 9 months. Total will be 1,05,000. ക്ലിയർ ആയോ? 5 lakh അതുവരെ ലോൺ ഉള്ളൂ. അപ്പോൾ ലോണുള്ള എമൗണ്ടിനെ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ഈസ് ₹1,05,000.
അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് എത്ര എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം? പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് അലൗഡ് അപ് ടു 1/5 എന്ന് വെച്ചാൽ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ ഇയർ എന്ന് പറയുന്നത് 15-16 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും, 16-17 രണ്ടാമത്തത്, തേർഡ് വൺ 17-18, 18-19, 19-20 ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഇയർ ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ. അപ്പോൾ അതോടുകൂടി നമ്മളുടെ പ്രീവിയസ് ഇയറോട് കൂടി അത് ഫിനിഷ് ചെയ്തു, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് തീരും. അപ്പോൾ ആകെ ഇനി നമുക്ക് എത്ര ഡിഡക്റ്റ് ചെയ്യാനുള്ളൂ? അതിൽ 1/5 ഡിഡക്റ്റ് ചെയ്യാനുള്ളൂ. 1,05,000 ഇൻറ്റു 1/5 ഓഫ് ദി പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് അമൗണ്ട്സ് ടു ₹21,000. ക്ലിയർ നോ? ഇനി കറൻറ്റ് പ്രീവിയസ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. കറൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അവർ പ്രീവിയസ് ഇയർ ഈസ് 1st April 2019 to 31st March 2020, 12 months. ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺ ഈസ് ₹16 lakhs. നമ്മുടെ പ്രീവിയസ് ഇയർ ആയപ്പോഴേക്ക് കംപ്ലീറ്റ് ലോൺ എടുത്തിട്ടുണ്ട്, 16 lakhs ഫുൾ ലോൺ ഉണ്ട്. അതിൻ്റെ 12% ദാറ്റ് ഈസ് ഈക്വൽ ടു ₹1,92,000. കറൻറ്റ് പ്രീവിയസ് ഇൻട്രസ്റ്റ് ഈസ് ഫുള്ളി യു ക്യാൻ ഡിഡക്റ്റ് 1,92,000. So the total amount of interest of the current year and interest of the pre-construction period amounts to ₹2,13,000. 2,13,000 ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് ലോണിനുണ്ട് എങ്കിലും ഫോർ എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് യു ക്യാൻ ഡിഡക്റ്റ് ഈസ് ₹2 lakhs. മനസ്സിലായോ? ഇപ്പോൾ 31/3/1999 ശേഷമുള്ള ലോണിന് മാക്സിമം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക ₹2 lakhs ആണ് ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആൻഡ് കറൻറ്റ് പ്രീവിയസ് ഇൻട്രസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ യു ക്യാൻ ഡിഡക്റ്റ് എ മാക്സിമം ഓഫ് ₹2 lakhs. ഇപ്പോൾ 2 lakhs ആണ് മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫോർ എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. ഇനി നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? ആനുവൽ വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് നിൽ. ഇവിടെ ആനുവൽ വാല്യൂ നില്ലാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും നില്ലാണ്, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റിബിൾ ഈസ് ₹2 lakhs. ഇപ്പോൾ 0 ആണെന്ത്? ആനുവൽ വാല്യൂ മൈനസ് -2 lakhs. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ₹2 lakhs. So here the loss from house property is ₹2 lakhs, which you can set off from income from any other house property or under any other head of income of the same year. If you are carrying forward the loss from house property, that is allowed to be set off from income from house property only for a maximum of 8 assessment years. Okay, that we will discuss later how to set off it and everything. Now it is clear to you. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. അതിൽ 3 കേസസ് ഉണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ the full previous year or for the part of the previous year, but you are not letting it out. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഹൗസ് അൺഒക്യുപ്പൈഡ് ബിക്കോസ് യുവർ എംപ്ലോയ്മെൻറ്റ് ഈസ് സംവെയർ എൽസ്, യു കനോട്ട് ഒക്യുപ്പൈ യുവർ ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ്? അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ദാറ്റ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ ദാറ്റ് ഈസ് ലെറ്റ് ഔട്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. തേർഡ് കേസ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഹൗസ് ഇൻ സെൽഫ് ഒക്യുപ്പേഷൻ. അപ്പോൾ ആദ്യത്തെ 2 കേസിൽ, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിലും അതുപോലെ തന്നെ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി മീൻ ചെയ്തതാണ്, ബട്ട് യു കനോട്ട് ഒക്യുപ്പൈ ഇറ്റ്. അൺഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിലും ഓൺലി തിങ് റിമെമ്പർ ഈസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ. ഫ്രം ദ ആനുവൽ വാല്യൂ യു ക്യാൻ ഡിഡക്ട് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് 30,000 or 2 lakhs. അപ്പോൾ എത്രയാണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ഡിഡക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദാറ്റ് കേസ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്.